അതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് മനസ്സിലാക്കാൻ. അതായത് കലേഷ് പറഞ്ഞതുപോലെ ഇത് ഹൊറർ സിനിമ ഹൊറർ സിനിമയായിട്ട് പറയാം. ഹൊറർ സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ആൾക്കാർ എക്സ്പെക്ടേഷൻ ബ്രൂട്ടാലിറ്റി ഇതിനകത്താവുന്നില്ല. ഇതിനകത്ത് ബ്രൂട്ടാലിറ്റി എന്നിട്ട് ഹൊറർ എന്ന് പറയുന്നത് ഒരു അണ്ടർലൈൻ സോഷ്യൽ ഒരു ക്ലോസ് ആണ്. ഇപ്പൊ നമ്മളിപ്പോ വളരെ എക്സൈറ്റിംഗ് ആണെന്ന് പറയാം. അപ്പോ അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഹിരോഷിമ നാഗസാക്കിയുള്ള ഓഫീസ് ആ സംഭവങ്ങളൊക്കെ നടന്ന അവരുടെ സൈറ്റിനുള്ള അങ്ങനെ ഒരു സ്റ്റാർ കിടക്കും. കൊറിയൻ ഹൊറർ ഫിലിംസ് ഇത്രയും ബ്യൂട്ടിഫുൾ കാരണം എന്ന് പറഞ്ഞാൽ അതെല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന സ്കൂൾസിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുപോലെ ഈ വടക്കിലും അതുപോലെ ഒരു അണ്ടർലൈൻ സോഷ്യൽ കാരണമുണ്ട്. അത് കേരളത്തോട് ഡീപ്പായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം. അത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് കലേഷ് പറഞ്ഞത് ഫസ്റ്റ് റൈറ്റ് അത് വളരെ ഫേമസ് പെയിന്റിംഗ് ആണ് സിനിമ സെറ്റ് ചെയ്യാൻ ലാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ജോണി പകേണ്ട ഒരു വളരെ വന്ന ഷാരൺ ക്രോസിന്റെ ഒരു സ്റ്റിക്സ് വളരെ ഫേമസ്. അപ്പൊ അതിനകത്ത് ഒരു ആള് ഒരു റിവർ ക്രോസ് ചെയ്യുന്നു, ഒരു സോളിനെ കൊണ്ട് റിവർ ക്രോസ് ചെയ്യുന്നു, അപ്പുറത്ത് നരകം ഇപ്പുറത്ത് സ്വർഗം. അതാണ് പെയിന്റിംഗ്. ഫുൾ സിനിമ എന്താണെന്ന് ആ ഒറ്റ പെയിന്റിംഗ് എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ഡേ അതിന്റെ കൺക്ലൂഷൻ ലാസ്റ്റ് ഡേയിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോ ഈ ഒരു നെഗറ്റീവാണ് ഫുൾ സർക്കിൾ പോകുന്നതിനകത്ത്. അല്ലാതെ ഇത് ജംസ്കെയറോ ഇതൊന്നുമല്ല. ഇത് സൂപ്പർ നാച്ചുറൽ ഫിലിം. അതിനകത്ത് ലവ് ഒരു ലവിന്റെ ഒരു ലെയർ ഉണ്ട് അതിനകത്ത്. നമ്മൾ ഒരു സോഷ്യൽ ഈവലിന്റെ കുറേ എലമെന്റ്സ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പൊ അത് ഇത് ബുദ്ധികളൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ബുദ്ധികളൊന്നും ഉണ്ടാകും